ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ടേക്കിന്റെ സഹോദരിയെ കാണാനില്ല എന്നൊക്കെ ഓഫീസർ പറഞ്ഞത് കൊണ്ട് തന്നെ ഹ്യുനുവോ ഉൻഹനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു വീട്ടിലേക്കൊക്കെ ചെല്ലുകയാണ്. പക്ഷെ അവിടെ മൊത്തത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വീടിനകത്ത് മുത്തശ്ശിയോ ആ ഒരു കുട്ടിയോ ഇല്ല എന്ന കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നു. ആ കുട്ടീനെ വീട്ടിൽ നിന്നും മാറ്റിയത് ജീഹ്വാൻ ആണോ എന്നൊരു സംശയമൊക്കെ ഉൻഹയ്ക്കും വരികയാണ്. അതുകൊണ്ട് തന്നെ ഉൻഹയും ജീഹ്വാനെ കോൾ ചെയ്തൊക്കെ നോക്കുന്നു. പക്ഷെ ഉൻഹ തനിച്ചല്ലല്ലോ, ഹ്യുനുവോ കൂടി കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയതിനു ശേഷം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാമെന്നാണ് ജീഹ്വാനും പറയുന്നത്. നീ ജീഹ്വാനെയാണോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൻ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഹ്യുനുവോ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഹ്യുനുവിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയൊന്നും ഉൻഹ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവിടെ തന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളും അവിടെ ഇറങ്ങുന്നു. അടുത്തതായിട്ട് ഹ്യുനുവോ നേരെ ജീഹ്വാനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ആ പെൺകുട്ടീനെ നീ എവിടെയാണ് ഒളിപ്പിച്ചതെന്നൊക്കെ ഹ്യുനുവോ ചോദിക്കുമ്പോഴത്തേക്കും ആ കുട്ടീനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്നൊന്നും തന്നെ ജീഹ്വാൻ പറയുന്നില്ലെങ്കിൽ പോലും അവളും സേഫ് ആണ് എന്നൊക്കെ അറിയിക്കുന്നു. ഇനി അവളുടെ ചേട്ടനുമായിട്ട് നിനക്കിപ്പോഴും അടുപ്പമുണ്ടോ എന്നൊക്കെ ഹ്യുനുവോ ചോദിക്കുന്നുണ്ടെങ്കിലും ആ ചേട്ടനായിട്ടുള്ള ടേക്ക് എവിടെയാണ് ഉള്ളതെന്ന് പോലും തനിക്ക് അറിയുകയില്ല എന്നൊക്കെ ജീഹ്വാനും തുറന്നു പറയുന്നുണ്ട്. ആരുടെയെങ്കിലും അടുത്ത് ഒരു ബിസിനസ് ഒക്കെ നീ നടത്തുകയാണെങ്കിൽ ബിസിനസ് തീർന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നീ ഒരു കോണ്ടാക്റ്റും വെക്കുന്നതല്ലല്ലോ. ഉൻഹയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? നീയും അവളും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതല്ലേ, പിന്നെയും എന്തിനാണ് നീ അവളെ കോണ്ടാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഹ്യുനുവും ജീഹ്വാന്റെ അടുത്ത് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഹ്യുനുവ് തന്റെ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധയൊക്കെ വെച്ചിട്ട് തന്നെ പിന്തുടരുന്നതെന്ന സംശയമൊക്കെ ആയിരുന്നു ജീഹ്വാനും ഉണ്ടായിരുന്നത്. ജീഹ്വാൻ അതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് 10 വർഷം മുമ്പ് ഹോട്ടലിൽ വെച്ച് ഒരു സംഭവമൊക്കെ നടന്നിട്ടില്ലായിരുന്നോ, ഞാനും അതിന്റെ ദൃക്സാക്ഷി ആയിരുന്നു എന്നൊക്കെ ഹ്യുനുവും പറയുന്നത്. ഉൻഹ തിരിച്ച് വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ജീഹ്വാനെ കാണുകയാണ്. ആ ഒരു പെൺകുട്ടീനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജീഹ്വാനും അവൾ സേഫ് ആയിട്ടുണ്ട് എന്നും, പക്ഷേ പ്രോസിക്യൂട്ടർ അവളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എവിടെയാണ് ആ കുട്ടി ഉള്ളതെന്ന കാര്യം പറയുകയില്ല എന്നും അറിയിക്കുന്നു. ഹ്യുൻവോ ഒരു പ്രോസിക്യൂട്ടർ ആയതുകൊണ്ടാണോ അതോ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ നീ ഇപ്പോൾ താമസിക്കുന്നത് എന്റെ കൂടെയാണെന്നുള്ള കാര്യം അവന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നതെന്നൊക്കെ ജീഹ്വാനും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഉൻഹ അതിന് മറുപടി പറയുന്നതൊന്നും കേട്ടു നിൽക്കുവാനായിട്ട് അവൻ തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു അലാറത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ടായിരുന്നു ഉണഹ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എവിടെയോ തീപിടുത്തമൊക്കെ ഉണ്ടായെന്നാണ് ഉണഹ വിചാരിക്കുന്നതെങ്കിൽ പോലും അവിടെയുള്ള ബാക്കി ആൾക്കാരൊക്കെ വളരെ കാമായിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ ആയുധങ്ങളെല്ലാം തന്നെ മൂർച്ച കൂട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അത് എന്തായാലും ഉപകാരപ്പെടും. മാത്രമല്ല, ജിഹ്വാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജിഹ്വാനെ കാര്യങ്ങളൊന്നും അറിയിക്കണ്ട, ഇത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവരും പോവുകയാണ്. പക്ഷെ അവരും എവിടേക്ക് പോകുകയാണ്, എന്തിനു പോവുകയാണെന്നൊന്നും തന്നെ ഊൺഹയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊൺഹയും അവരറിയാതെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നല്ലവരായിട്ട് ജീവിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പിന്തുടർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ടല്ലേ പോകുന്നത്. ഇതൊരിക്കലും ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് ഒണഹ വണ്ടിയിലിരുന്ന് ആകെ ബഹളമൊക്കെ വെക്കുന്നു. വണ്ടിയും ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിലൊക്കെ നിർത്തിയിട്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് അവർ നിൽക്കുമ്പോഴത്തേക്കും ബിൽഡിങ്ങിന്റെ അകത്തു നിന്നും കുറെ ആൾക്കാർ കത്തിയും മറ്റുമൊക്കെ ആയിട്ട് വെളിയിലേക്ക് വരികയാണ്. പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് അവരെത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ കമ്പനിയുടെ തന്നെ ഗോഡൌണിലേക്കാണ് എന്ന്. അവരും മെയ്റ്റും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഫ്രഷ് ആക്കുവാനും ക്ലീൻ ചെയ്യുവാനായിട്ടും ഒക്കെ ആയിരുന്നു ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതും. പക്ഷെ ഉണഹ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും തന്നെ ഓർക്കാതെ അവര് നേരെ വർക്കിനൊക്കെ പോകുന്നു. ഉണഹ തനിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സ്ത്രീകളാകട്ടെ അവളും ജോലിക്ക് എത്തിയതായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പാക്ക് ചെയ്ത് വരുന്ന മീറ്റിലാക്കട്ടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ഒരു ജോലി ആയിരുന്നു ഓൺഹയ്ക്ക് അവർ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഓൺഹ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫ്സും ഓൺഹയുടെ അടുത്ത് സംസാരിക്കുന്നു. അതായത് അവർ ഓൺഹ അവിടുത്തെ ഒരു ജോലിക്കാരിയാണെന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ അവളും എന്തെങ്കിലും ക്രൈമൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയതായിരിക്കുമെന്നാണ് അവർ കരുതുന്നത്. നീ ഏത് രീതിയിലുള്ള ക്രൈമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? എന്തായാലും സിയോ ആകട്ടെ നമ്മൾ ഏത് ക്രൈമാണ് ചെയ്തതെന്നൊന്നും നമ്മളോട് ചോദിക്കുകയില്ല. മറിച്ച് നമുക്കൊരു അവസരമൊക്കെ നൽകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിലാകട്ടെ നല്ല രീതിക്ക് ജീവിക്കുവാനായിട്ടൊക്കെ നീയും തയ്യാറെടുക്കണമെന്നൊക്കെ ആയിരുന്നു സ്റ്റാഫിനും ഉൺഹയുടെ അടുത്ത് പറയുവാനായിട്ടുണ്ടായിരുന്നത്. ജിഹ്വാന്റെ ടീമും നേരെ വർക്കിനൊക്കെ കയറിയിരിക്കുകയാണല്ലോ. പക്ഷെ ഇപ്പോഴാണ് കൂടെ ഉൺഹ ഉണ്ടായിരുന്ന കാര്യമൊക്കെ അവർ പോലും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എവിടേക്ക് പോയെന്നൊക്കെ അവരും അന്വേഷിക്കുന്നു. ഈ കമ്പനിയുടെ സിഇഒയുടെ സ്വഭാവം എന്താണെന്നൊക്കെ ഉൺഹ അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്താകട്ടെ അവൻ വളരെയധികം ഹാൻസം ആണ്. പുറമേക്ക് ദേഷ്യക്കാരനായിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും അവനും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവനെ പോലെ ഒരു സിഇഒനെയൊക്കെ ഡേറ്റ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവനാകട്ടെ ഇവിടെയുള്ള ഒരു സ്ത്രീകളുടെ അടുത്തും ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നൊക്കെയാണ് സ്റ്റാഫ്സും പറഞ്ഞു കൊടുക്കുന്നത്.
പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ജിഹ്വാനാകട്ടെ ഉൻഹനെ കോൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇനി കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് ആകട്ടെ അവരുടെ അനുഭവത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. അവരുടെ ഹസ്ബൻഡ് അവരെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ആദ്യം ഒന്നും തന്നെ അവർ പ്രതികരിക്കാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും 5 വയസ്സുള്ള തന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവരും ഒന്ന് പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ ആ ഒരു പ്രതികരണം കാരണം ഹസ്ബൻഡ് മരിക്കുക പോലും ചെയ്തു. പിന്നീടും ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടും താനൊരു കൊലയാളി ആയതുകൊണ്ടും ഒരു കമ്പനിയും അവൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സിഒയാണ് അവൾക്ക് ജോലി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഇഒ വളരെ പാവമാണെന്നൊക്കെ ഒരാൾ പറയുമ്പോഴത്തേക്കും മറ്റൊരാളാകട്ടെ ഇവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ബാക്കിയുള്ള സമയങ്ങളിൽ എനിക്ക് പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലിയൊക്കെ കിട്ടിയത് വളരെയധികം സഹായകരമാണെന്ന് അവരും പറയുന്നു. അങ്ങനെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വർക്കിന് കയറുന്ന സമയത്താകട്ടെ ഒൻഹയുടെ അടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവളും അതൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കുമാണ് അവിടെ വെച്ച് മാൻഹോനെ കാണുന്നത്. അവൾക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാൻഹോയുടെ അടുത്ത് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റോർ റൂം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനും കൃത്യമായിട്ടുള്ള റൂം കാണിക്കാതെ പകരമായിട്ട് മറ്റൊരു റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവളും അവിടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അകത്തേക്കൊക്കെ കയറുമ്പോഴത്തേക്കുമാണ് മാൻഹോയും ഡോർ അടച്ച് ലോക്ക് ചെയ്ത കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. അവളും വാതിൽ തുറക്കുവാനായിട്ടൊക്കെ മാൻഹോയോട് പറയുന്നുണ്ടെങ്കിൽ പോലും മാൻഹോൽ വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ ഉണ്ടായിരുന്നത് മീറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫ്രീസർ റൂമിലായിരുന്നു. എന്തായാലും വാതിൽ തുറക്കുവാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ ആക്കുമ്പോഴത്തേക്കുമാണ് റൂമിൽ താൻ മാത്രമല്ല ഉള്ളത് എന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൾ നോക്കുമ്പോഴത്തേക്കും റൂമിൽ ഉണ്ടായിരുന്ന ജീഹ്വാനെ കൂടി കാണുന്നു. ഇനി മാൻഹോയും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഓടി വന്നതിന് ശേഷം ഞാനൊരു പൊട്ടത്തരം ചെയ്തോ എന്നൊരു സംശയമൊക്കെ എനിക്കുണ്ടേ എന്ന് പറഞ്ഞ് അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഓൺഹെയും വാതിലൊക്കെ ലോക്കായെന്ന് തോന്നുന്നു എന്നൊക്കെ ജിഹ്വാന്റെ അടുത്ത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജിഹ്വാനും പല വഴിക്ക് വാതിലൊക്കെ തുറക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. മാത്രമല്ല ജിഹ്വാനും വാതിൽ തുറക്കുവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് മാറി മാറി വിളിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരാളെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിലെ ചാർജ് ഒക്കെ തീർന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഉൺഹയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളാകട്ടെ ഫോൺ എടുത്തിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. നിലവിൽ സഹായത്തിനായിട്ട് ആരെയും വിളിക്കുവാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ് അവർ ഉള്ളതെന്ന് അറിയുമ്പോഴത്തേക്കും അവൻ വീണ്ടും വാതിൽ തുറക്കുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഒരു കാര്യവും ഇല്ല എന്നൊക്കെ അവനും മനസ്സിലാക്കുന്നു. നിന്റെ കമ്പനിയിലുള്ള സ്റ്റാഫ്സിനെല്ലാം തന്നെ നിന്റെ അടുത്ത് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. എന്തായാലും നീ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് അവരുടെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായെന്നൊക്കെ ഓൺഹെയും അവന്റെ അടുത്ത് പറയുന്നു. ജീഹോനും ഉൺഹയും കൂടി ചേർന്നിട്ട് റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു മാൻഹോയും അവരെ ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ റൂമിലെ ടെമ്പറേച്ചർ ഒക്കെ വളരെ കുറവാണെന്നൊന്നും അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാകട്ടെ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഡോർ തുറക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ജെയ്സോ പറയുമ്പോഴത്തേക്കും എന്നാൽ തുറക്കാമെന്നൊക്കെ പറഞ്ഞ് പോക്കറ്റിൽ കീ തപ്പുകയായിരുന്നു മാൻഹോയും. പക്ഷെ ധൃതിയില് പോക്കറ്റിലേക്ക് കീ ഇടുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കീ പോക്കറ്റിൽ വീഴാതെ നിലത്തായിരുന്നു വീണിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായിട്ടുള്ളത്. ഓണഹയ്ക്ക് വളരെയധികം തണുക്കുവാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അവളെയും വിറയ്ക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ജിഹ്വാനും കയ്യിലുണ്ടായിരുന്ന കോട്ടയ്ക്ക് ഊരി അവൾക്ക് നൽകുന്നു. ഇനി നമ്മുടെ ടീമാകട്ടെ താക്കോല് തപ്പുവാനായിട്ട് ഓടുന്നതൊക്കെ ജോയങ് കാണുകയും അവൻ കൂടി പിന്നാലെ ചെല്ലുകയും ചെയ്യുന്നു. ഇപ്പോഴാകട്ടെ ഉൺഹയും ജീഹ്വാനും കൂടി ചേർന്നിട്ട് ഒരു ബോക്സിന്റെ അകത്തേക്ക് ഇരിക്കുകയാണ്. ഇതുവരെ ആയിട്ടും ആരും നമ്മളെ അന്വേഷിച്ച് വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ കിടന്ന് നമുക്ക് മരിക്കേണ്ടതായിട്ട് വരുമോ എന്നൊക്കെ ഉൺഹ പോലും സംശയിക്കുകയാണ്. അന്റാർട്ടിക്കയിലുള്ള പെൻഗ്വിൻസ് അവര് തണുപ്പിനെ പ്രതിരോധിക്കുവാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഇവിടെ ചെയ്യുവാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനാകട്ടെ ഉൺഹനെ ഹഗ് ചെയ്യുകയാണ്. എന്നെ ഇപ്പോൾ ഒരു പെൻഗ്വിനായിട്ട് കണ്ടാൽ മതിയെന്നൊക്കെ ആയിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.